ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞാനിന്ന് വന്നിരിക്കുന്നത് അടവി എക്കോ ടൂറിസം സ്പോട്ടിലാണ്. അതായത് കൊട്ടവഞ്ചി സവാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നു, ഇവിടുത്തെ ടിക്കറ്റ് എടുത്തു. ഒരു കൊട്ടവഞ്ചിക്ക് 600 രൂപയാണ് കേട്ടോ ആവുന്നത്. ഈ കമത്തി വെച്ചിരിക്കുന്നതൊക്കെ ആ ഒരു കൊട്ടവഞ്ചിയാണ്, നമ്മൾ തുഴഞ്ഞ് പോകുന്ന കൊട്ടവഞ്ചിയാണ്. വഴി നിറയെ ഇതിങ്ങനെ കമത്തി വെച്ചിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ, ഷെഡ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വന്ന ദിവസം വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നത് കൊണ്ട് തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് അങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ ആ ഒരു സ്പോട്ടിലെത്തി കഴിയാൻ നേരത്ത് ഇവർ നമുക്ക് സേഫ്റ്റി ജാക്കറ്റൊക്കെ തരും. അതൊക്കെ തന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഗൈഡ് ഉണ്ടാവും. ഇവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. വഞ്ചിയൊക്കെ റെഡിയാക്കും. എന്നിട്ട് നമ്മൾ പതിയെ വഞ്ചിയിലോട്ട് കയറും കേട്ടോ. അറിയാലോ, നേരത്തെ വീഡിയോയിൽ കാണുന്നത് പോലെ എനിക്ക് വെള്ളം നല്ല പേടിയാണ്. പക്ഷേ ഇതത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല കംഫോർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ എൻ്റെ കൂട്ടുകാരും എല്ലാവരും ചാടി കീറുന്നുണ്ട്. ഇവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് ഇതുപോലൊരു കൊട്ടവഞ്ചി സവാരി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പതിയെ അങ്ങ് തുഴ ആരംഭിച്ചു. എന്നെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള യാത്രകൾ എനിക്ക് ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ. അതായത് എൻ്റെ മനസ്സിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു ഫ്രഷ് മൈൻഡോട് കൂടി വരാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ പുതിയ സ്ഥലങ്ങളിലോട്ടുള്ള യാത്രകളും. അതുപോലെ തന്നെ ഈ പ്രകൃതി ഭംഗിയുള്ള, അതായത് ഒരുപാട് ആളും തിരക്കും വണ്ടിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മളങ്ങനെ കൊട്ടവഞ്ചി സവാരി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ ഒരു മഴയൊക്കെ അങ്ങ് നനഞ്ഞ്, അതായത് ഒത്തിരി മഴയൊന്നുമല്ല, ചെറിയൊരു മഴ, ആ മഴയൊക്കെ നനഞ്ഞ് അങ്ങ് പോയി. പിന്നെ ഈ വെള്ളത്തിനാണെങ്കിലും ഒരുപാട് ആഴമൊന്നുമില്ല. ആ വെള്ളത്തിന് നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു. അതായത് താഴെയുള്ള വെള്ളാരം കല്ലുകളും എല്ലാം നമുക്ക് മേളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. വലിയ ആഴമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനും. ഇവർ നമ്മളെ ഒരു അരമണിക്കൂറത്തേക്കാണ് ഈ ഒരു സവാരി കൊണ്ടുപോകുന്നത്. ഒരറ്റം തൊട്ട് അങ്ങറ്റം വരെ കൊണ്ടുപോകും, ഫുള്ള് കറക്കി കാണിക്കും. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ കുറേ ആനിമൽസിനെയൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ. കാരണം ചുറ്റിനും കാടാണ്. ആനയൊക്കെ കുളിക്കാൻ വരുന്നതും വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ഏരിയയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കൂടെ. അങ്ങനെ ഒരുപാട് പേര്, ഇപ്പം നമ്മൾ മാത്രമായിരുന്നില്ല, വേറെയും കുറച്ച് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ കൊട്ടവഞ്ചി ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകുമായിരുന്നു. പിന്നെ ഈ ചേട്ടനായിരുന്നു നമ്മുടെ ഗൈഡ്. ഈ കൊട്ടവഞ്ചി കറക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു സംഭവമാണ്. ചേട്ടൻ ഇവിടുത്തെ കൊട്ടവഞ്ചി കഥകളും ആൾക്കാരുള്ള സമയങ്ങളും അതുപോലെ തന്നെ കുഞ്ഞു കാര്യങ്ങളെല്ലാം നമ്മൾക്കിങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ യാത്ര കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. അതായത് ഇവിടുത്തെ കുറേ കഥകളും, ആന ഇറങ്ങാൻ വന്ന സ്ഥലമാണ്, ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം എന്നൊക്കെ ചേട്ടനാണ് നമുക്ക് പറഞ്ഞു തന്നത്. എന്തായാലും ഈ ഒരു അരമണിക്കൂർ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അരമണിക്കൂർ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറിയ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചെത്തി. അവിടുന്ന് മെല്ലെ വെള്ളത്തിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങി. എൻ്റെ മോൻ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഞാൻ എത്രമാത്രം ഹാപ്പി ആയിരുന്നെന്ന്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഇതെൻ്റെ ഈ കൊട്ടവഞ്ചി, ഇങ്ങനെ ഒരു വഞ്ചിയിൽ ഈ കൊട്ടവെള്ളത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് നിന്ന് കാണുമായിരുന്നു ഓരോ ആൾക്കാർ ഈ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ കറക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് കണ്ടിരിക്കാൻ. ഒരുപാട്, അതായത് നമ്മൾ വന്ന സമയത്ത് ആൾക്കാർ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇവിടെ മൊത്തം. അതായത് വെള്ളത്തിന് മീതെ മൊത്തം കൊട്ടവഞ്ചി ആയിരിക്കുമേ. പിന്നെ കുറച്ച് കഴിയാൻ നേരത്ത് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഒട്ടും ആഴമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ ഇറങ്ങി നിൽക്കാം കേട്ടോ. നല്ല ക്ലിയർ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പുതിയ യാത്രകളും പുതിയ സ്ഥലങ്ങൾ ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അല്ലേ നമ്മൾ ഓരോരുത്തരും. ഞാൻ ഇനി പോകുന്ന ഓരോ സ്ഥലങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസും കൊടുക്കാം. ഇവിടെ രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് സമയമുള്ളത്. ഇവരൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. എന്തായാലും ഈ യാത്ര നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളൊരു 1000 സബ്സ്ക്രൈബേഴ്സ് അടുക്കാറായിട്ടുണ്ട്. നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്താലേ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.